السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الله أكبر وأجل لا إله إلا الله والله أكبر الله أكبر ولله الحمد. സ്നേഹാദരണീയരായ ഈ മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തൊടുന്ന ഈദുൽ ഫിത്റിന്റെ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ നമ്മുടെ സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈദ് ദിവസം സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ദിവസമാണ്. അത് മുസ്ലിമീങ്ങളുടെ ആഘോഷ ദിവസമാണ്. ഭംഗിയുടെയും സൗന്ദര്യത്തിന്റെയും അലങ്കാരത്തിന്റെയും ദിവസമാണ്. പരിശുദ്ധ റമളാനിൽ ഒരു മാസക്കാലം ഈമാനിന്റെ ആന്തരികമായ ഭംഗി കൊണ്ട്, തഖ്വയുടെ മനോഹരമായ വസ്ത്രം കൊണ്ട്, സൽക്കർമ്മങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അലങ്കാരം കൊണ്ട് റമളാനിനെ സമ്പന്നമാക്കിയവൻ, റമളാനിന്റെ ദിനരാത്രങ്ങളെ സമ്മോഹനമാക്കിയവൻ, അവനാണ് യഥാർത്ഥത്തിൽ ഈദ് ആഘോഷിക്കാൻ, പെരുന്നാൾ ആഘോഷിക്കാൻ അർഹതയുള്ളത്. നമ്മുടെ മുൻഗാമികളിൽ ചിലർ അത് പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നോമ്പ് നിയമമാക്കിയതിനെ പറ്റി, നോമ്പിന്റെ ലാളിത്യത്തെ പറ്റി, അതിന്റെ എളുപ്പത്തെ പറ്റി പറഞ്ഞു. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് കൊണ്ട്, റമളാനിലെ ഇബാദത്തുകൾ കൊണ്ട് എളുപ്പമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇറുക്കമല്ല. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കിയത്? വലിതുക്മിലുൽ ഇദ്ദത. റമളാനിൽ ഒരു മാസക്കാലം എണ്ണം പൂർത്തിയാക്കി നോമ്പ് അനുഷ്ഠിക്കാനും ഇബാദത്തുകൾ നിർവഹിക്കാനും, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അതിന് നേർമാർഗം കാണിച്ച അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട്, ഇതാ തക്ബീർ കൊണ്ടാണ് നമ്മുടെ ഈദ് ആരംഭിച്ചത്. ഈദ് നിസ്കാരത്തിലെ പ്രത്യേകത തന്നെ തക്ബീറിന്റെ വർധനവാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെയും വലുപ്പത്തെയും ഔന്നിത്യത്തെയും വാനോളം ഉയർത്താൻ തക്ബീർ ധ്വനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് അന്തരീക്ഷത്തിൽ ഉയരാൻ, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്താൻ, അള്ളാഹു ഈ ദീനിലേക്ക്, ദീനിന്റെ നന്മയിലേക്ക്, ഇബാദത്തുകളിലേക്ക്, മഹത്തായ ഈദിലേക്ക്, ഈ നന്മയുടെ ആഘോഷത്തിലേക്ക് നമ്മെ വഴി നടത്തിയതിന് അവന്റെ ഔന്നത്യത്തെ വാഴ്ത്താൻ തക്ബീർ മുഴക്കാൻ, വലഅല്ലക്കും തശ്കുറൂൻ, അതിലുപരി നന്ദിയുള്ളവരാകാൻ, നന്ദിയുള്ള യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമളാനും നോമ്പും ഇബാദത്തുകളും ഈദുമെല്ലാം നിയമമാക്കി. സഹോദരങ്ങളെ, ഇവിടെ വെയിലത്തിരിക്കുന്നവർക്ക് അവിടെ പിന്നിലിരിക്കാം. പ്രയാസപ്പെട്ട് വെയിലത്തിരിക്കുന്നവരുണ്ടെങ്കിൽ പിന്നിലിരിക്കാം ഇൻഷാ അല്ലാഹ്.
ശരി, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയുള്ള ഈദായി നമ്മുടെ ഈദ് മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദികേട് കാണിക്കുന്ന ഈദായി നമ്മുടെ ആഘോഷങ്ങൾ പരിണമിച്ചുകൂടാ. സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതുപോലെ ഒരു ഈദിന്റെ ഖുതുബയിൽ, റമളാനിന് ശേഷം ഈദുൽ ഫിത്റിന്റെ ഖുതുബയിൽ തന്റെ കേൾവിക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നാണ്: യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നക്കും സുംതു ലില്ലാഹി 30 യൗമൻ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി 30 ദിവസം, ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചു. വഖുംതും 30 ലൈലൻ, 30 രാവുകളിൽ നിങ്ങൾ നിന്ന് നിസ്കരിച്ചു, രാത്രി നിസ്കാരം നിർവഹിച്ചു. വഖറജ്തുമുൽ യൗമ തത്ലുബൂന മിനല്ലാഹി അൻ യതഖബ്ബല മിൻകും, ഇതാ ഇന്ന് പെരുന്നാളിന്റെ ദിവസം, റമളാനിൽ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ അല്ലാഹുവിനോട് തേടിക്കൊണ്ടാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ തേട്ടമാണ് നമുക്ക് ഒന്നാമതായി വേണ്ടത്. നമ്മുടെ ഈദിന്റെ ആശംസ തന്നെ ആ തേട്ടമാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അല്ലാഹു റമളാനിലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയും തേട്ടവുമാണ് ഈദിന്റെ ആശംസ പോലും. ആ തേട്ടത്തോടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഫല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ യാ റബ്ബ്, അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ, ഞങ്ങളുടെ റമളാനിലെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണമേ റബ്ബേ. ഒന്നാമതായി നമുക്ക് വേണ്ടത്. രണ്ടാമതായി ഞാൻ കേൾപ്പിക്കട്ടെ സഹോദരങ്ങളെ, മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റമളാനിലെ അവസാനത്തെ രാവിൽ തന്നെ കേൾക്കുന്നവരെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു എന്നാണ്. മൻ ഹാദൽ മഖ്ബൂലു മിന്നാ ഫനുഹന്നീഹി, ഇതാ നമ്മുടെ കൂട്ടത്തിൽ റമളാനിലെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നവരാരാണോ അവർക്കാണ് ഈദിനു വേണ്ടി നമ്മൾ ആശംസ അറിയിക്കുന്നത്. ഫനുഹന്നീഹി, ഈദിന് ആശംസകൾ കൈമാറാൻ, ഈദ് ആഘോഷിക്കാൻ അർഹതയുള്ളത് റമളാനിൽ സൽക്കർമ്മങ്ങൾ സ്വീകാര്യോഗ്യമായി പ്രവർത്തിച്ചവരാണ്. വമിൻ ഹാദൽ മഹ്റൂമു മിന്നാ ഫനുഅസ്സി, നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണോ അല്ലാഹുവിന്റെ സ്വീകാര്യത തടയപ്പെട്ടത്, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുന്നത് ആരാണോ, പാഴ്വേലയായി റമളാനിലെ സൽക്കർമ്മങ്ങൾ അതപ്പതിച്ചവരാരാണോ അവരെ നമ്മൾ അനുശോചനം അറിയിക്കുന്നു. അയ്യുഹൽ മഖ്ബൂലു ഹനിഅൻ ലക്, അതുകൊണ്ട് സ്വീകരിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് ഇതാ ഈദിന്റെ ആശംസകൾ. അയ്യുഹൽ മർദൂദു ജബറല്ലാഹു മുസീബതക്, തിരസ്കരിക്കപ്പെട്ടവരെ, സ്വീകരിക്കാതെ പോയവരെ, നിങ്ങൾക്ക് ബാധിച്ച ദുരന്തം അല്ലാഹു പരിഹരിച്ചു നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ തേട്ടത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, ഈദ് നന്ദി പ്രകടനമാണ്. ഈദിൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഹറാമുകളോ തോന്നിവാസങ്ങളോ അരുതായ്മകളോ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ കാഴ്ചവെച്ചാൽ റമളാനിലെ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം വൃഥാവിലായി, അസ്വീകാര്യമായി എന്നതിന്റെ അടയാളമാണ്. നന്ദിയുള്ളവരായി റമളാനിൽ നേടിയ ആത്മീയ ചൈതന്യം പൂർവാധികം ശക്തിയോടെ ഈമാനികമായ ഊർജം സംഭരിക്കപ്പെട്ടു ഇനി അടുത്ത റമളാൻ വരെ, അതല്ല അതിനു മുമ്പ് മരണം തേടിയെത്തിയാൽ അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കാനുള്ള കരുത്തായി, നന്ദിയായി റമളാനിലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈദ് ആഘോഷിക്കാനുള്ള അർഹതയില്ല എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദിന്റെ യഥാർത്ഥ അർഹതയുള്ള ആഘോഷക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ, റമളാൻ, അതിനുശേഷമുള്ള ഈദുൽ ഫിത്ർ, അതെല്ലാം ദീനിന്റെ മനോഹാരിതയുടെയും ഭംഗിയുടെയും അലങ്കാരത്തിന്റെയും അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിച്ച സ്വഹീഹ് മുസ്ലിമിൽ വായിക്കാവുന്ന പ്രസിദ്ധമായ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഒരു അണുമണി തൂക്കം ഹൃദയത്തിൽ അഹങ്കാരം അവശേഷിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ ഒരാൾ തന്റെ വസ്ത്രവും ചെരുപ്പും ഭംഗിയുള്ളതാകാൻ ആഗ്രഹിക്കുന്നു, അത് അഹങ്കാരമാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവനേക്കാൾ ഭംഗിയുള്ള മറ്റാരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുടെ പാരമ്യതയുടെ വിശേഷണങ്ങൾ ഒത്തിണങ്ങുന്നവനാണ്. അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്നാൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിന്ദിക്കലും അവഗണിക്കലുമാണ് അഹങ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ കേൾപ്പിച്ചു. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ഈദിന്റെ സന്ദേശം, നമുക്ക് പരസ്പരം കൈമാറാനുള്ള സന്ദേശം, മാലോകർക്ക് നമുക്ക് ഉദ്ഘോഷിക്കാനുള്ള ഈദിന്റെ സന്ദേശം ഈ ഹദീസിലെ മനോഹരമായ വാചകമാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ്, അതീവ ഭംഗിയുള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. ഈ ഹദീസിന്റെ സന്ദേശമാണ് ഈദിൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത്. ഈ ഹദീസിലെ പാഠങ്ങളാണ് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ ഭംഗിയുള്ള, സൗന്ദര്യമുള്ള, മനോഹരമായ വിശേഷണങ്ങൾ ഒത്തിണങ്ങുന്ന മറ്റാരുമില്ല. അതുകൊണ്ട് ആ റബ്ബിനെ ആയിരിക്കണം നമ്മൾ ആരെക്കാളും സ്നേഹിക്കേണ്ടത്, ആരെക്കാളും ഇഷ്ടപ്പെടേണ്ടത്. ആ റബ്ബ് അല്ലാഹു അക്ബർ, അവൻ ഏറ്റവും വലിയവനാണ് എന്ന തക്ബീറാണ് ഈദിൽ നമ്മൾ മുഴക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഭംഗിയിലും സൗന്ദര്യത്തിലും മഹത്വത്തിലും ഔന്നത്യത്തിലും വലുപ്പത്തിലും സർവസമ്പൂർണനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേക്കാൾ വലിയവനായി മറ്റൊന്നുമില്ല, മറ്റാരുമില്ല. അതുകൊണ്ട് ഈദ് അല്ലാഹു ആണ് ഏറ്റവും വലിയവനെന്ന പ്രഖ്യാപനമാകുന്നതോടൊപ്പം അത് നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കേണ്ടുന്ന പാഠമാണ് നമുക്ക് നൽകുന്നത്. അല്ലാഹു ആണ് വലിയവനെന്ന് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അവനേക്കാൾ വലുതായി ഒന്നും ആരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവന്റെ കൽപ്പനകളെക്കാൾ വലുതായി ആരുടെ വാക്കും നമ്മൾ എടുക്കാൻ പാടില്ല. അവന്റെ വിലക്കുകൾക്ക് അതീതമായി ആരുടെ വിലക്കും നമ്മളെ ബാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവാണ് ഏറ്റവും ഭംഗിയുള്ളവൻ, അവനെയാണ് ഏറ്റവും മതിയായി നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായി അവൻ ഇഷ്ടപ്പെട്ടതായി നിശ്ചയിക്കപ്പെട്ട ദീനിന്റെ കാര്യങ്ങളെ ആയിരിക്കണം നമ്മൾ ഏറെ സ്നേഹിക്കേണ്ടത്, ഏറെ ഇഷ്ടപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഭംഗിയുള്ളവരായി ജീവിക്കാൻ, ദീനിന്റെ ഭംഗിയും സൗന്ദര്യവും സ്വായത്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് അതിലെ മറ്റൊരു പാഠം. ഒന്നാമത്തെ പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭംഗിയാണ്. രണ്ടാമത്തെ പാഠം അവൻ ഇഷ്ടപ്പെടുന്ന ഭംഗിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളിൽ, അവന്റെ വിശേഷണങ്ങളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ അസ്തിത്വത്തിൽ, അവന്റെ സത്തയിൽ അവൻ ഭംഗിയുള്ളവനാണ്, അതീവ സൗന്ദര്യമുള്ളവനാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അത്യുത്കൃഷ്ടങ്ങളാണ്, അവന്റെ വിശേഷണങ്ങൾ പരമോന്നതങ്ങളാണ്, അത് സമ്പൂർണതയുടെ പാരമ്യതയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ യുക്തി സമ്പൂർണമാണ്. അല്ലാഹുവിന്റെ ദാത്ത്, അവന്റെ അസ്തിത്വം അത് മഹനീയമാണ്. എല്ലാ സൗന്ദര്യത്തിന്റെയും വിശേഷണങ്ങൾ വർണ്ണനാതീതമാകുന്ന രൂപത്തിൽ അതിന്റെ പൂർണ്ണതയിൽ സമ്മേളിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നമ്മൾ അറിയണം, അവനെ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവനെ കുറിച്ച്, അവന്റെ നാമങ്ങളായി, അവന്റെ വിശേഷണങ്ങളായി നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പ്രസ്തുതമായ സുന്നത്തുകളിലൂടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കണം, അവനെ കുറിച്ച് അറിയണം. ഇതാണ് ജീവിതത്തിൽ നമ്മൾ പരമപ്രധാനമായി സ്വായത്തമാക്കേണ്ടുന്ന വിജ്ഞാനം. അല്ലാഹുവിനെ കുറിച്ച് അറിയലാണ്, അവനെ പഠിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിഞ്ഞാൽ, അവനെ പഠിച്ചാൽ, അവനാണ് ആകാശ ഭൂമികളുടെ സൃഷ്ടാവ്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അവനാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ. അതുകൊണ്ട് അവന് മാത്രമേ എന്റെ ആരാധനകൾ മുഴുവൻ സമർപ്പിക്കാവൂ എന്ന ഇസ്ലാമിന്റെ കാതലായ അടിത്തറയായ തൗഹീദ് സാക്ഷാത്കരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കാതിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അംഗീകരിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന്, അല്ല ഒരു മനുഷ്യന് സാധിക്കാതിരിക്കുകയില്ല. അല്ലാഹുവിനെ അറിഞ്ഞാൽ, അല്ലാഹുവിനെ പഠിച്ചാൽ അവൻ പ്രഖ്യാപിക്കും, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി, എന്റെ നിസ്കാരവും എന്റെ ഇബാദത്തുകളും എന്റെ ആരാധനകളും എന്റെ ബലിയും എന്റെ സൽക്കർമ്മങ്ങളും അല്ല, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും മരണവും ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയായ റബ്ബുൽ ആലമീനായ അവന് മാത്രമാണ് എന്ന പ്രഖ്യാപനം ഉണ്ടാകും. ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് അവൻ സാക്ഷാത്കരിക്കുന്നവനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കുക, അവനെ അറിയുക, അവന്റെ തൗഹീദ് ഉൾക്കൊള്ളുക, അതിൽ ജീവിച്ചു മരിക്കുക എന്നതായിരിക്കും അവന്റെ ലക്ഷ്യം. രണ്ടാമതായി സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഭംഗിയാണ്. അല്ലാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഏതാണ് ഭംഗി? അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഭംഗിയുള്ള റബ്ബിന്റെ ഇഷ്ടങ്ങൾ എന്താണ്? അവൻ നിശ്ചയിച്ച ദീനിന്റെ ഭംഗിയുടെ മാനദണ്ഡങ്ങൾ എന്താണ്? ഇത് നമ്മൾ അറിയണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ് ഭംഗി, ഏതാണ് അഭംഗി, ഏതാണ് സൗന്ദര്യം, ഏതാണ് സൗന്ദര്യമില്ലായ്മ നമ്മൾ പഠിക്കണം. മുസ്ലിമീങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും സമ്പന്നമായ അധ്യാപനങ്ങളുണ്ട്. പഠിക്കണം, അറിയണം, കണ്ടെത്തണം, അന്വേഷിക്കണം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഈദിന് പുതുവസ്ത്രമണിയാൻ
നമ്മുടെ മക്കൾക്ക് പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും മുന്തിയ, നമ്മൾ കൊടുക്കുന്ന വിലക്കുള്ള ഏറ്റവും മേന്മയുള്ള വസ്ത്രങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്തു, അന്വേഷിച്ചു. നമുക്ക് ഏറ്റവും അനുയോജ്യമായ, അലങ്കാരമായ, ഭംഗിയാർന്ന വസ്ത്രമാണ് നമ്മൾ എടുത്ത് അണിഞ്ഞ് ഒരുങ്ങി വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നശിച്ചു പോകുന്ന, നുറുമ്പിപ്പോകുന്ന ഈ വസ്ത്രത്തിന്റെ വിഷയത്തിൽ, അതിന്റെ ഭംഗിയുടെയും അലങ്കാരത്തിന്റെയും വിഷയത്തിൽ ഇത്രയും ശ്രദ്ധാലുക്കളാണ് നമ്മളെങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവൻ ഭംഗിയായി നിശ്ചയിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു അന്വേഷണം പോലുമില്ലാതെ ഒരു ഖാനേഷുമാരി മുസ്ലിമായി, മുസ്ലിം നാമധാരിയായി ജീവിച്ചു മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇല്ല, ഈദിന്റെ സന്ദേശം അതല്ല, പെരുന്നാളിന്റെ സന്ദേശം അതല്ല, റമദാനിന്റെ അധ്യാപനം അതല്ല, ഇസ്ലാമിന്റെ പാഠമതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായി നിശ്ചയിച്ചത് എന്താണെന്ന് നമ്മൾ അറിയണം. സഹോദരങ്ങളെ, ഭംഗിയുടെ, സൗന്ദര്യത്തിന്റെ, മനോഹാരിതയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഭംഗിയിലപ്പുറത്ത് ആന്തരികമായ ഭംഗിയാണ്, ആത്മീയമായ ഭംഗിയാണ്. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉൾക്കൊള്ളുന്ന, അത് വിശ്വാസമായി, ആദർശമായി ഹൃദയത്തിൽ വേരുറക്കുന്ന, രൂഢമൂലമാകുന്ന ആദർശ സ്ഥൈര്യത്തിന്റെ, ആത്മീയതയുടെ ഭംഗിയാണ് ഇസ്ലാമിന്റെ ഭംഗിയുടെ അടിത്തറ. അത് തൗഹീദാണ്, ഇസ്ലാമിന്റെ കാതലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പ്രഖ്യാപിക്കുന്നവനെ, അതനുസരിച്ച് ജീവിക്കുന്നവനെ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. അതാണ് ഭംഗിയുടെ അടിത്തറ. അത് മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയങ്കരമാക്കി തരുന്നതാണ്. അല്ലാഹു മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫി ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ ഇഷ്ടമുള്ളതാക്കി തീർക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ ഭംഗിയുള്ളതാക്കി തീർക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിനെ അറിഞ്ഞവർക്ക്, അവനെ പഠിക്കുന്നവർക്ക്, അവന്റെ തൗഹീദ് ഉൾക്കൊള്ളുന്നവർക്ക് ഇസ്ലാമിനെ, ഈമാനിനെ, തൗഹീദിനേക്കാൾ ഭംഗിയും അലങ്കൃതമായ മറ്റൊന്നുണ്ടാവില്ല. അവരുടെ ഹൃദയത്തിൽ അതിനായിരിക്കും ഏറ്റവും വലിയ ഭംഗിയും സൗന്ദര്യവും സ്ഥാനവും മഹത്വവും വലുപ്പവും. അതിനേക്കാൾ മികച്ചതൊന്നും അവർക്കില്ല, അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതൊന്നും ജീവിച്ചു മരിക്കുവോളം അവരുടെ ജീവിതത്തിൽ തൊട്ട് തീണ്ടുകയില്ല. ഇസ്ലാമികേതരം ബഹുദൈവാരാധന, ഇസ്ലാമിനെ എതിരായ കുഫ്രൻ വിശ്വാസങ്ങൾ, അനിസ്ലാമികതകൾ, അതിനോട് വെറുപ്പിട്ട് തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഹൃദയത്തിൽ തോന്നിവാസങ്ങളോടും നിഷേധത്തോടും കുഫ്രിനോടും വെറുപ്പിട്ട് തരുന്നത് അല്ലാഹുവാണ്. ആ വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ നിർവീര്യമായി, നമ്മുടെ ഈമാൻ നിഷ്ഫലമായി, ഇസ്ലാമിന്റെ അടിത്തറ പൊളിഞ്ഞുപോയി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ അനുഗ്രഹമാണ്, ആർക്കും ലഭിക്കാത്തത്, എല്ലാവർക്കും ലഭിക്കാത്തത്, തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം അല്ലാഹു നിശ്ചയിച്ചു നൽകുന്നത്. ഫദ്ലൻ മിനല്ലാഹി വ നിഅമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ. അല്ലാഹുവേ, സീനത്ത്, ഭംഗി എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ഭംഗിയാണ് റബ്ബേ. അതുകൊണ്ട് ഈമാനിന്റെ സൗന്ദര്യം കൊണ്ട് എന്നെ നീ ഭംഗിയുള്ളവനാക്കണമേ. ആന്തരികമായ ഭംഗി, ഈമാനിന്റെ മനോഹാരിത കൊണ്ട് എന്നെ നീ അലങ്കരിക്കണമേ. ആ ഭംഗിയുള്ളവരാണോ നാം? നമ്മൾ പരിശോധിക്കുക. ഈമാനിന്റെ ഭംഗി കൊണ്ട് അലങ്കൃതരാകാൻ നമ്മൾ പരിശ്രമിക്കുക. ആ ഭംഗിയും സൗന്ദര്യവും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, സന്മാർഗത്തിൽ സഞ്ചരിക്കുന്ന, സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ റബ്ബേ. ഈ ദുആ നമ്മൾ പഠിച്ചു ദുആ ചെയ്യുക. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഈ ഭംഗി ഒരാളുടെ ജീവിതത്തിൽ ഇല്ലേ? ആത്മീയമായ ആദർശത്തിന്റെ, വിശ്വാസത്തിന്റെ അടിത്തറ ഒരാളുടെ ജീവിതത്തിൽ നന്യമായോ? അവനെത്ര സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമാണെങ്കിലും, അവനെത്ര ആരോഗ്യദൃഢഗാത്രനാണെങ്കിലും, അവനെത്ര സൗന്ദര്യത്തിന്റെ ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് ചേർത്ത് വായിച്ചാൽ നമ്പർ 1 ആണെങ്കിലും ഇല്ല, യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം അവനില്ല, യഥാർത്ഥത്തിലുള്ള ഭംഗി അവനില്ല. അല്ലാഹു നമുക്ക് യഥാർത്ഥ ഭംഗി നൽകുന്നവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മെ. സഹോദരങ്ങളെ, പരിശുദ്ധ ദീനിന്റെ, വിശ്വാസത്തിന്റെ, ആദർശത്തിന്റെ അടിത്തറയുടെ ഭംഗി ഇതാണെങ്കിൽ, അത് തൗഹീദാണെങ്കിൽ, ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ നിങ്ങൾ നോക്കൂ. വെളുത്ത് പ്രയാസപ്പെടുന്നവർ, വീണ്ടും പറയാണ്, പിന്നിൽ പോയിരിക്കാം. നിങ്ങൾ പ്രയാസപ്പെട്ട് കേൾക്കേണ്ടതില്ല, സമ്മതം ചോദിക്കാതെ തന്നെ പിന്നിൽ പോയിരിക്കാം. ശരി, നിങ്ങൾ വെയിലത്തിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് പ്രയാസം, ഞാൻ ഇപ്പൊ തന്നത്താണല്ലോ. പറക്കുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ, ഇസ്ലാമിന്റെ ആരാധനകൾ, ഇസ്ലാമിന്റെ ഇബാദത്തുകൾ അതിനേക്കാൾ സമ്മോഹനമായ, അതിനേക്കാൾ മനോഹരങ്ങളായ മറ്റേത് ഇബാദത്തുകളാണുള്ളത്?
5 നേരത്തെ നിസ്കാരം ഒരു മുസ്ലിം നിത്യവും തന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം, അവനുമായിട്ടുള്ള മുനാജാത്തിലൂടെ, രഹസ്യ സംഭാഷണത്തിലൂടെ ഊട്ടിയുറപ്പിക്കുകയാണ്. ദിവസവും 5 നേരം ഈ പ്രോസസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പാപക്കറകളിൽ നിന്ന് മുക്തനാകുകയാണ്, അവന്റെ നന്മകൾ വർദ്ധിക്കുകയാണ്, അവൻ സ്വർഗത്തിലേക്ക് അടുക്കുകയാണ്, അവൻ നരകത്തിൽ നിന്ന് അകലുകയാണ്. ഇസ്ലാമിന്റെ നിസ്കാരത്തെക്കാൾ മനോഹരമായ മറ്റൊരു ഇബാദത്ത് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഇസ്ലാമിന്റെ ഓരോ ഇബാദത്തുകളും ഓരോ അനുഷ്ഠാനങ്ങളും നോമ്പിനേക്കാൾ മനോഹരമായ ആത്മീയ ചൈതന്യം സമ്മാനിക്കുന്ന, റബ്ബുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന മറ്റൊരു ഇബാദത്ത് ഏതാണുള്ളത്? നിസ്കാരം ഭംഗിയാണ്, നോമ്പ് ഭംഗിയാണ്, ഹജ്ജ്, മഹത്തായ ഹജ്ജ് കർമ്മം. ഇസ്ലാമിന് പുറത്തു നിൽക്കുന്നവർ വരെ അറഫാത്തിന്റെ ഭൂമികയിൽ പുരുഷാരങ്ങൾ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ റബ്ബിന്റെ മുമ്പിൽ ഒരേ തക്ബീർ ധ്വനികളും ലബ്ബൈക്കയും മുഴക്കി തൽബിയത്തും മുഴക്കി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ആ രംഗം എന്തൊരു മഹാസാഗരമാകുന്ന ശുഭ്രപ്രഭുന്ന ആ കാഴ്ചയുടെ ബാഹ്യരൂപം തന്നെ എത്ര ഭംഗിയാണ്. ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങൾ. സഹോദരങ്ങളെ, ഇസ്ലാമിലെ സക്കാത്ത്, ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന പഞ്ചസമ്പങ്ങളിൽപ്പെട്ട മറ്റൊരു സാമ്പത്തികമായ ഇബാദത്താണ് സക്കാത്ത്. പാവപ്പെട്ടവനുള്ള അവകാശം തന്റെ ധനത്തിൽ നിന്ന് 2.5% പകുത്തു നൽകുന്ന, അതവനുള്ള ഔദാര്യമല്ല, അവകാശമായവനെ കണ്ടെത്തി നൽകുന്ന, അവനെ നിന്ദിക്കാനല്ല, അവനെ വഷളാക്കാനല്ല, അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാനല്ല, അള്ളാഹു അവനെന്റെ ധനത്തിൽ നിശ്ചയിച്ച അവകാശം പകുത്തു നൽകാൻ പഠിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ സക്കാത്ത്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ സക്കാത്തിന്റെ സമ്പൂർണ്ണത നടപ്പിലാക്കുകയും പലിശ വിലക്കുകയും ചെയ്തപ്പോൾ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ, ഭരണകാലഘട്ടത്തിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ സക്കാത്തിന് അവകാശികളില്ലാതായി പോയി എന്നാണ്. സക്കാത്ത് വാങ്ങാൻ ആളില്ലാതായി പോയി. ഇസ്ലാമിന്റെ സുന്ദരമായ മനോഹരമായ സാമ്പത്തിക നയങ്ങൾ വിളംബരം ചെയ്യുന്ന മഹത്തായ സക്കാത്ത് ഇസ്ലാമിന്റെ പഞ്ചസമ്പങ്ങളിൽ ആരാധനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിലെ സർവ്വ ഇബാദത്തുകളും ഭംഗിയാണ്, അലങ്കാരമാണ്, സൗന്ദര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ആ നന്മകൾ, ഇസ്ലാമിന്റെ അടിത്തറകളാകുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമാകുന്ന നന്മകൾ, അത് മുറുകെ പിടിക്കുന്നവർക്ക് സമ്മാനിക്കുന്നത് എന്താണ്? ഭംഗിയുടെയും മനോഹാരിതയുടെയും സൗന്ദര്യത്തിന്റെയും വിശേഷണങ്ങൾ ഒരു മനുഷ്യന്റെ കണ്ണിനും കാതിനും അവന്റെ ചിന്തകൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ വർണ്ണനാതീതമായ ഭംഗിയുടെ പാരമ്യതയും പൂർണ്ണതയും മരിക്കാതെ സ്വായത്തമാക്കാൻ സാധിക്കുന്ന സ്വർഗത്തിലെ ഭംഗിയാണ്, സൗന്ദര്യമാണ്, അവിടുത്തെ സുഖാനുഭൂതികളാണ് അവർക്ക് അള്ളാഹു സമ്മാനിക്കുന്നത്. അള്ളാഹു പറഞ്ഞില്ലേ, ഇത്തഖുല്ലാഹ റബ്ബക്കും വസല്ലു ഖംസക്കും വസൂമു ശഹറക്കും വഅദ്ദു സകാത അംവാലിക്കും വഅതീഉ ദാ അംരിക്കും തദ്ഖുലൂ ജന്നത റബ്ബിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അവൻ ഹറാമാക്കിയത് ഒഴിവാക്കണേ, അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിക്കണേ, നിങ്ങൾ റമളാനിലെ നോമ്പനുഷ്ഠിക്കണേ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിലെ സകാത്ത് നിർവഹിക്കണേ, നിങ്ങളുടെ മുസ്ലിം രാജ്യത്തെ, ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നയിക്കാതെ അവർക്ക് കീഴിൽ അണിനിരക്കണേ, അവർക്കെതിരെ പരസ്യമായി ശബ്ദിക്കാതിരിക്കണേ, നന്മയിൽ അവർ അനുസരിക്കണേ. നിങ്ങളുടെ റബ്ബിന്റെ മനോഹരമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അടിത്തറകളാകുന്ന പഞ്ചസമ്പങ്ങളാകുന്ന ഇബാദത്തുകളുടെ ഭംഗി അണിയുന്നവൻ ഭംഗിയുടെ പാരമ്യതയാകുന്ന സ്വർഗത്തിലെ ഭംഗി ആസ്വദിക്കാൻ അള്ളാഹു അവർക്ക് അനുവാദം നൽകും, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. നിസ്കാരം പ്രകാശമാണ്, അത് കാത്തു സൂക്ഷിക്കുന്നവൻ അത് വെളിച്ചമാണ്, അത് അലങ്കാരമാണ്, അത് സുരക്ഷയാണ്, അത് തെളിവാണ്, അത് രേഖയാണ്. ഹദീസുകൾ എമ്പാടും നമുക്ക് വായിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അതിനുമപ്പുറത്ത് ഇസ്ലാമിന്റെ സ്വഭാവ പെരുമാറ്റ മൂല്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇസ്ലാമിനേക്കാൾ മഹിതമായ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും മൂല്യങ്ങളും പഠിപ്പിച്ച മറ്റേതൊരു പ്രത്യയശാസ്ത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? ഇസ്ലാമിലെ ഉപചാരങ്ങൾ, അഭിവാദനങ്ങൾ, പരസ്പരം കണ്ടുമുട്ടിയാൽ ഏതു സദസ്സിലും, കല്യാണ വീട്ടിലാണെങ്കിലും മരിച്ച വീട്ടിലാണെങ്കിലും ദുഃഖിതനാണെങ്കിലും സന്തോഷവാനാണെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കാരുണ്യവും അനുഗ്രഹവും നിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന ആ മഹത്തായ അഭിവാദനം, സലാമിനോളം മഹനീയമായ മറ്റൊരു അഭിവാദനമുണ്ടോ? ഇസ്ലാമിന്റെ ഉപചാര മര്യാദകൾ നോക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ ഭക്ഷണ മര്യാദകൾ, ശൗചാലയത്തിൽ വരെ വൃത്തിയും വെടുപ്പും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന മനോഹരമായ വൃത്തിയുടെ പാഠങ്ങൾ, വിനയവും താഴ്മയും സഹാനുഭൂതിയും കരുണയും ദയയും വിശ്വാസ്യതയും അതുപോലെ തന്നെ സത്യസന്ധതയും വാക്കുപാലിക്കലും കരാർ പാലിക്കലുമെല്ലാം ഇസ്ലാമിന്റെ മഹത്തായ പുഞ്ചിരി, സഹോദരന്റെ മുഖത്ത് പുഞ്ചിരിക്കുന്നത് പോലും, നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ദാനധർമ്മമാണെന്ന് പഠിപ്പിച്ച
സ്നേഹം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ സലാം വ്യാപിപ്പിക്കൂ എന്ന് പഠിപ്പിച്ച മഹത്തായ ഇസ്ലാമിന്റെ ഉപചാര ആതിഥേയ മര്യാദകൾ, അതിഥിയെ സൽക്കരിക്കുന്നിടത്ത്, അയൽവാസിയോടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ ഇസ്ലാമിന്റെ സ്വഭാവ സംസ്കാര പെരുമാറ്റ മൂല്യങ്ങൾ നാനാ തുറയിലും ചൂഴ്ന്നു നിൽക്കുന്ന നന്മകൾ, അത് ഭംഗിയാണ്. അതെടുത്തണിയുന്നവൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്നവനേക്കാൾ ഭംഗിയും സൗന്ദര്യവുമുള്ള മറ്റാരെയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ സ്വഭാവത്തിന്റെ ഒരു അടയാളം മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്, വന്യവയോധികനായ പിതാവ്, ഫതഹ് മക്കയുടെ വേളയിൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ കാരണമായത്. ദൂരെ നിന്ന് പിതാവിന്റെ കൈപിടിച്ചു വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ കാഫിറായിരുന്ന, ശത്രുപക്ഷത്തായിരുന്ന ആ മനുഷ്യനെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ലാ തറക്ത ശൈഖ ഫിൽ ബൈത്ത്, ആ വൃദ്ധനായ അദ്ദേഹത്തെ വീട്ടിലെത്തിയാൽ പോരായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്ന് കാണുമല്ലോ. അവരൊറ്റ ചോദ്യമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഇസ്ലാമിന്റെ സ്വഭാവം എത്ര മനോഹരമാണ്. ഖുർആൻ അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ്. ആ ഖുർആനിന്റെ മാസത്തോട് ഖുർആൻ പാരായണം ഓതി തീർത്ത് നമ്മൾ ഇവിടെ വാങ്ങിക്കൂടാ. ഖുർആൻ ജീവിക്കുന്ന പതിപ്പുകളായി നമ്മുടെ ജീവിതത്തിൽ കാണണം. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ സ്വഭാവ പെരുമാറ്റ മൂല്യങ്ങൾ അത് മനോഹരമാണ്, സമ്മോഹനമാണ്. ഇനി ഞാൻ ചുരുക്കുകയാണ്. ഇതിന് നേരെതിരായ ഇസ്ലാം വിലക്കിയിട്ടുള്ള അരുതായ്മകൾ, തിന്മകൾ, ഹറാമുകൾ, അതാണ് സഹോദരങ്ങളെ ഏറ്റവും വൃത്തികേട്, അതാണ് ഏറ്റവും മ്ലേച്ഛം, അതാണ് ഏറ്റവും പ്രാകൃതം, അതാണ് ഏറ്റവും നീചം, അതാണ് ഏറ്റവും പ്രകൃതി വിരുദ്ധം, അതാണ് മൃഗീയം, അതാണ് വൈരൂപ്യം. അതിനേക്കാൾ മോശമായ മറ്റൊന്നുമില്ല. സമൂഹം അത്ര മേന്മയുള്ളതായി കൊണ്ടു നടക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹു അവന്റെ കലാമിലൂടെ, ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലൂടെ വിലക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഭംഗിയല്ല, അത് സൗന്ദര്യമല്ല, അത് അലങ്കാരമല്ല, അത് വൃത്തികേടാണ്, അത് തോന്നിവേശമാണ്. സിനിമയാകട്ടെ ഭംഗിയല്ല, സംഗീതമാകട്ടെ ഭംഗിയല്ല, വസ്ത്രധാരണത്തിൽ പുരുഷൻ നെരിയാണിക്ക് താഴ്ത്തിയിടുന്ന വസ്ത്രമാകട്ടെ അന്ന് നരകത്തിലേക്ക് പോകുന്ന വൈരൂപ്യത്തിന്റെ അടയാളമാണ്. പുരുഷന്റെ ഭംഗിയല്ല അത്. നെരിയാണിക്ക് മുകളിൽ കയറ്റി പുരുഷൻ വസ്ത്രം കൊടുക്കലാണ് ഭംഗി. പുരുഷൻ താടി വടിക്കാതിരിക്കലാണ് ഭംഗി. താടി വടിക്കൽ ഹറാമെന്ന് 4 മദ്ഹബിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ താടി വടിക്കൽ അഭംഗിയാണോ? താടി വടിച്ച് ബാർബറുടെ ക്ഷൗരക്കൊട്ടയിൽ നിക്ഷേപിക്കുന്നത് വൃത്തികേടാണ്, അഭംഗിയാണ്. ഇസ്ലാമിന്റെ ഭംഗിയല്ല, ഇസ്ലാമിന്റെ പുരുഷന്റെ ഭംഗിയല്ല. സ്ത്രീ അവൾ മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കലാണ് അവളുടെ ഭംഗി, അതാണ് അവളുടെ ദീനത്ത്. സൗന്ദര്യം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കലാണ് ഹിജാബിന്റെയും അതുപോലെ തന്നെ ജിൽബാബിന്റെയും ആത്മീയവും പ്രത്യക്ഷവുമായ സംരക്ഷണത്തിൽ ഒരു മഹിളാരത്നമായി, മുസ്ലിം വനിതയായി അവൾ സുരക്ഷിതയാക്കപ്പെടുന്നതാണ് അവളുടെ പ്രത്യക്ഷത്തിലുള്ള ഭംഗി. മറിച്ച് അവളുടെ യഥാർത്ഥ സൗന്ദര്യം അതവൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കാനുള്ളതാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിലൊക്കെ എന്തൊക്കെയുണ്ടോ സമൂഹം അതെത്ര പുരോഗമനമായും സ്വാതന്ത്ര്യമായും മേന്മയായും കൊട്ടിഘോഷിച്ചാലും അത് ഭംഗിയല്ല, അതഭംഗിയാണ്. നോക്കൂ, നിങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് ഇസ്ലാം വിലക്കിയ തിന്മകൾ, സാമൂഹിക തിന്മകൾ അത് ഹലാലാക്കി മേന്മയാക്കി. ആണിന് ആണുമതി, പെണ്ണിന് പെണ്ണുമതി, പ്രകൃതി വിരുദ്ധമായ സ്വവർഗരതി പോലും നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കുട്ടികളോട് ചോദിച്ചാൽ എന്താ ഇതിന് പ്രശ്നം എന്നാ ചോദിക്കുന്നത്? ജെൻഡർ ന്യൂട്രാലിറ്റി, ലിംഗസമത്വം, ഇങ്ങനെ പറഞ്ഞ് പ്രണയവും പ്രേമവും അത് ഭംഗിയല്ല, അത് വൃത്തികേടാണ്, അത് പൈശാചികമാണ്. വിവാഹേതര ബന്ധവും വിവാഹപൂർവ്വ ബന്ധവും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പും ഭംഗിയല്ല, വൃത്തികേടാണ്, പൈശാചികമാണ്, മൃഗീയമാണ്, മ്ലേച്ഛമാണ്. ആരൊക്കെ ഭംഗിയായി കൊണ്ടു നടന്നാലും ഇസ്ലാമിൽ ഭംഗിയല്ലാത്ത, നന്മയല്ലാത്തതൊന്നും യഥാർത്ഥത്തിൽ ഭംഗിയല്ല, അത് തിന്മയാണ്. സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം നിങ്ങൾ കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, ഇന്നലിൽ ഹസനത്തി നൂറുൻ ഫിൽ ഖൽബ്. സഹോദരങ്ങളെ, നന്മകൾ അത് ഹൃദയത്തിൽ പ്രകാശം സമ്മാനിക്കും. ഇസ്ലാമിന്റെ നന്മകൾ വസീനത്തൻ ഫിൽ വജ്ഹ്, നിന്റെ മുഖത്തിന് അത് സൗന്ദര്യം സമ്മാനിക്കും. വഖുവ്വത്തുൻ ഫിൽ ബദൻ, നിന്റെ ശരീരത്തിന് ശക്തി സമ്മാനിക്കും. നീ ബോഡി ബിൽഡർ ആവാൻ വേണ്ടി തലകുത്തി മറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇസ്ലാമിന്റെ നന്മകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ, വിലക്കുകൾ നീ പാലിച്ച് ജീവിച്ചോ, നിന്റെ മുഖത്തിന് സൗന്ദര്യമുണ്ടാകും, നിന്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകും, നിന്റെ ശരീരത്തിന് ശക്തി ഉണ്ടാകും. വസഅതൻ ഫിൽ റിസ്ക്, നിന്റെ ഉപജീവനമാണോ, നിന്റെ അന്നമുട്ടുമെന്നാണോ നിന്റെ പേടി, ദീനനുസരിച്ച് ജീവിച്ചാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ കാലഘട്ടത്തിൽ ജീവിക്കണ്ടേ, കുടുംബത്തെ പോറ്റണ്ടേ എന്നാണ് ആളുകൾ ചോദിക്കാറുള്ളത്. വസഅതൻ ഫിൽ റിസ്ക്, ദീനനുസരിച്ച് ജീവിക്കൂ. അള്ളാഹു നിന്റെ റിസ്കിൽ നീ അറിയാതെ, നീ സ്വപ്നം കാണാത്ത മാർഗത്തിലൂടെ വിശാലത ചെയ്യും. വമഹബ്ബത്തൻ ഫി ഖുലൂബിൽ ഖൽബ്, പിന്നെ ആളുകൾക്കുള്ള ആശങ്ക, ദീനനുസരിച്ച് ഇങ്ങനെ ജീവിച്ച കാലഘട്ടം മാറിയല്ലേ,
ആളുകളുടെ വെറുപ്പ്, ആളുകൾ എന്താ പറയാ, ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? സഹോദര, ആളുകളുടെ ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിൽ നിന്നോടുള്ള ഇഷ്ടം അല്ലാഹു നിക്ഷേപിക്കും. നീ ബേജാറാവേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചാൽ നിന്നോടുള്ള ഇഷ്ടം നിന്റെ കൽബിനെയും നിന്റെ ശരീരത്തെയും സർവ്വ മനുഷ്യരുടെയും ഹൃദയത്തെയും പടച്ച റബ്ബ് അവരുടെ ഹൃദയത്തിൽ നിന്നോടുള്ള ഇഷ്ടം ഇട്ട് കൊടുക്കും. ഇതിനേക്കാൾ വലുത് എന്താണ് വേണ്ടത്? ഇനി നേരെ തിരിച്ചു, തിന്മകൾക്ക്, ഇസ്ലാമിലൊക്കെ അരുതായ്മകൾക്ക്, ഹറാമുകൾക്ക് ഹൃദയത്തിൽ അത് ഇരുട്ടാണ് സമ്മാനിക്കുക. എത്ര അവർ പുറമേക്ക് തിരിച്ചു കാണിക്കട്ടെ, അവരുടെ ഹൃദയത്തിനുള്ളിൽ ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ തമസമുറ്റിയ കുപ്പത്തൊട്ടിയായിരിക്കും. അവനെത്ര വലിയവനാണെങ്കിലും, അവനെത്ര സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവനാണെങ്കിലും, തിന്മയാണോ അനിസ്ലാമികമാണോ അവന്റെ കൂടപ്പിറപ്പ്, അവന്റെ ഹൃദയത്തിൽ ഇരുട്ടായിരിക്കും. അവന്റെ മുഖത്ത് വൈരൂപ്യമായിരിക്കും, ഒരുതരം നിഗൂഢതയായിരിക്കും. അവന്റെ ശക്തിയും ആരോഗ്യം ക്ഷയിക്കും. തിന്മയിൽ കണ്ടുപോയാൽ അവന്റെ ഉപജീവനത്തിൽ അവന്റെ അന്നം മുട്ടും, അതിൽ കുറവുണ്ടാകും. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അവനോടുള്ള വെറുപ്പിട്ട് കൊടുക്കും. ഇതാണ് തിന്മകളുടെ അനന്തരഫലം. അതുകൊണ്ട് ഇസ്ലാമിന്റെ നന്മയാണ്, ഇസ്ലാമിന്റെ മഹനീയമായ അധ്യാപനങ്ങളാണ് സൗന്ദര്യവും ശക്തിയും ഭംഗിയും അലങ്കാരവും വെളിച്ചവും പ്രകാശവും. ഇസ്ലാമികേതരമാണ് വൃത്തികേടുകളും ഹറാമുകളും തോന്നിവാസങ്ങളുമാണ് സകല ഇരുട്ടിന്റെയും വൈരൂപ്യത്തിന്റെയും അഭംഗിയുടെയും അടയാളം. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതി, ഒരു മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, 10 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ്. ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധ പ്രകൃതിയുടെ മര്യാദകൾ അതിൽപ്പെട്ടതാണ് മുസ്ലിം പുരുഷൻ ശൈലകർമ്മം ചെയ്യുക, അതുപോലെ തന്നെ നഖം മുറിക്കുക. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മീശ വെട്ടുക, താടിയെ വളർത്തുക. നോക്കൂ നിങ്ങൾ, നഖം വെട്ടാതിരിക്കുക എന്നുള്ള പരിപാടി എത്ര മോശമായിട്ടാണ് മനുഷ്യർ കാണുക. അതുപോലെ തന്നെ രഹസ്യ ഭാഗങ്ങളിലെയും കക്ഷത്തിലെയും രോമങ്ങൾ നീക്കം ചെയ്യുക, അതെത്ര മോശമായിട്ടാണ് ആളുകൾ കാണുക നീക്കം ചെയ്യാത്തവരെ കുറിച്ച്. അക്കൂട്ടത്തിൽ എണ്ണിയതാണ് മുസ്ലിം പുരുഷൻ മീശ വെട്ടുക, താടി വളർത്തുക. ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയാണത്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയാണത്. നഖം മുറിക്കുന്നത് മാന്യതയായി നിങ്ങൾ കാണുന്നുവെങ്കിൽ, ആവശ്യമായ ശരീരത്തിലെ ഈ പറയുന്ന രോമങ്ങളും മറ്റും നീക്കം ചെയ്യുന്നത് നിങ്ങൾ ഭംഗിയായും മേന്മയായും വൃത്തിയായും കാണുന്നുവെങ്കിൽ, സഹോദര, മീശവട്ടലും താടി നീട്ടലും ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയാണ്, പുരുഷന്റെ ശുദ്ധ പ്രകൃതിയാണ്, ഇസ്ലാമിന്റെ ഭംഗിയാണത്. അള്ളാഹു നിശ്ചയിച്ച അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഭംഗിയാണ്. ആരൊക്കത് ചെയ്യാത്തവരെ ഭംഗിയില്ലാത്തവരെന്ന് പറഞ്ഞാലും ശരി, താടി വടിച്ചിട്ടാ പറയാം അള്ളാഹ് ഭംഗി ഇഷ്ടപ്പെടുന്നില്ലേ, അള്ളാഹ് ഭംഗിയുള്ളവനല്ലേ എന്ന്. താടി വെക്കലാണ് ഭംഗി, താടി നീട്ടലാണ് ഭംഗി, മീശ വെട്ടലാണ് ഭംഗി, മീശ വളർത്തലല്ല ഭംഗി, താടി വടിക്കലല്ല ഭംഗി. സഹോദരങ്ങളെ, താടിയിലും മീശയിലാണ് ഇസ്ലാം എന്ന ചോദ്യം. ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയാണത്. നഖം മുറിക്കുന്നത് പോലെ, അതുപോലെ തന്നെ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഹദീസുകളുടെ വെളിച്ചത്തിൽ വായിൽ വെള്ളം കൊപ്പിളിക്കുക, വായിൽ അഴുക്ക് വെള്ളം കൊപ്പിളിച്ച് കളയുക, പല്ല് തേക്കുക, സിവാക്ക്, ഇതിന്റെ ഒക്കെ കൂട്ടത്തിൽ എണ്ണിയതാണ് പുരുഷൻ മീശവട്ടലും താടി നീട്ടലും എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതെല്ലാം ഭംഗി മാത്രമാണ്. കേടുവന്ന ഭംഗിയുടെയും അലങ്കാരത്തിന്റെയും മാനദണ്ഡങ്ങളുടെ മഞ്ഞക്കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വൈരൂപ്യമായി തോന്നും. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ അതിനോട് വെറുപ്പിട്ട് തന്നിട്ടില്ലെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഭംഗിയുടെ ഇസ്ലാമികമായ വിശ്വാസ അടിത്തറയും ആരാധന സമ്മോഹനമായ പാരമ്പര്യവും അതുപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളും മൂല്യങ്ങളും എടുത്തണിയുന്നൊരു മുസ്ലിം അവന് ലഭിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ. എല്ലാവരും ഭീതിയോടെ ഘോരമായ ശിക്ഷയുടെ ദിനത്തിൽ പേടിയോടെ നിൽക്കുന്ന സമയത്ത് അള്ളാഹു ആ ദിവസത്തെ ഭയാനകതയിൽ നിന്ന് അവരെ സംരക്ഷിക്കും. ഖിയാമത്ത് നാളിനെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് വലഖാഹും നദ്റതൻ വസുറൂറ, അവരുടെ മുഖത്ത് അള്ളാഹു ഭംഗിയും പ്രസന്നതയും, വസുറൂറ, അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷവും അള്ളാഹു ഇട്ട് കൊടുക്കും. ഇസ്ലാമിന്റെ ഭംഗി അണിഞ്ഞ് ജീവിച്ച, ഇസ്ലാമിന്റെ ഭംഗിയായി മനസ്സിലാക്കി അതിലായി ജീവിച്ചു മരിച്ചവർക്ക് ഖിയാമത്ത് നാളിൽ മുഖം കരുവാളിക്കുന്ന കത്തിജ്വലിക്കുന്ന സൂര്യൻ ഒരു ചാൺമുകളിൽ നിൽക്കുമ്പോൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നമ്മൾ നിൽക്കുന്ന ആ ഭീതിതമായ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും നമ്മുടെ മുഖത്തിന്റെ ഭംഗിയും ചേലവും കോലും? അവിടെ അള്ളാഹു നമ്മുടെ മുഖത്തിന് സൗന്ദര്യം നൽകും, ഭംഗി നൽകും. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം
സുബ്ഹാനഹു വ തആല നമ്മെ നയിക്കും. ഭംഗിയുള്ള പട്ടുവസ്ത്രങ്ങളും മേൽത്തരമുടയാടകളും അള്ളാഹു ബാഹ്യമായി ഭംഗി നൽകി നമ്മെ ആദരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ആദരിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഭംഗി അണിയുന്നവർക്കുള്ള സമ്മാനമാണ്. സഹോദരങ്ങളെ, ചില ഹദീസുകളിൽ കാണാം. ചില ഹദീസുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ഒരു സംഘം, അവരുടെ രൂപം എങ്ങനെയായിരിക്കും എന്നറിയും, അവരുടെ ഭംഗി, അവരുടെ സാദൃശ്യം. അലാ സൂറത്തുൽ ഖമറി ലൈലത്തുൽ ബദർ, 14-ാം രാവിൽ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പ്രകാശമാനമായ ഭംഗിയുണ്ടല്ലോ, 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ ബദറിന്റെ ലങ്കാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത്. ഇസ്ലാമിന്റെ ഭംഗിയണിഞ്ഞവർക്കുള്ള ഭംഗി. സുബ്ഹാനല്ലാഹ്. പിന്നെ അവർക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം, ജ്വലിക്കുന്ന നക്ഷത്രം, അതിന് സമാനമായ ഭംഗിയാണ് അവർക്കുള്ളത്. ഇസ്ലാമിന്റെ ഭംഗിയണിയുന്നവർക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭംഗി, ഇവിടെ നമുക്കിനി ഭംഗിയുണ്ടെങ്കിൽ, ഇവിടെ ഭംഗിയുടെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ ഭംഗി കുറഞ്ഞു പോകും. പ്രായം മുന്നോട്ട് പോകും തോറും, കാലഘട്ടം മുന്നോട്ട് പോകും, ക്ഷയിച്ചു പോകും, തൊലി ചുളിയും, തൊലി വെളുപ്പം മങ്ങും. എന്നാൽ സ്വർഗത്തിലെ ഭംഗിയുടെ സൗന്ദര്യത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സ്വർഗത്തിലെ ഭംഗി, സ്വർഗീയവാസികളുടെ ഭംഗി ആഴ്ചതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്, സ്വർഗീയവാസികൾ ഒരുമിച്ച് കൂടുന്ന സങ്കേതം, സൂഖ് എന്നാണ് ഹദീസിൽ പറഞ്ഞത്. ആ സൂഖിൽ സ്വർഗവാസികൾ എല്ലാ വെള്ളിയാഴ്ചയും സമ്മേളിക്കും, എല്ലാ വെള്ളിയാഴ്ച ദിവസവും സമ്മേളിക്കും. അങ്ങനെ അവർ സമ്മേളിക്കുമ്പോൾ ഒരു സുവിശേഷമായ കാറ്റ് അവർക്ക് മേൽ തഴുകിത്തലോടി മന്ദമാരുതൻ അങ്ങ് കടന്നുപോകും. അപ്പോൾ എന്ത് സംഭവിക്കും? അവരെ മുഖത്തിലും വസ്ത്രങ്ങളിലും അത് പരിമളം വിതറും, സുഗന്ധം വിതറും. അങ്ങനെ ആ കാറ്റടിച്ചു വീശി അവരെ വിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഭംഗിയും സൗന്ദര്യവും വർദ്ധിക്കും. അങ്ങനെ അവർ അവരുടെ കുടുംബത്തിലേക്ക്, സ്വർഗത്തിൽ പ്രവേശിച്ച തന്റെ കുടുംബത്തിനരികിലേക്ക്, മക്കളുടെയും ഭാര്യമാരുടെയും അരികിലേക്ക് അവർ മടങ്ങിച്ചെല്ലും. അവരെ കാണുമ്പോൾ വീട്ടുകാർ പറയും, നിങ്ങൾക്ക് ഭംഗിയും സൗന്ദര്യവും വർദ്ധിച്ചുവല്ലോ. അപ്പോൾ തിരിച്ച് ഇവരങ്ങോട്ട് പറയും, ഞങ്ങൾ പോയതിനു ശേഷം നിങ്ങൾക്കും വീട്ടുകാർക്കും ഭംഗിയും സൗന്ദര്യവും വർദ്ധിച്ചല്ലോ എന്ന്. നോക്കൂ നിങ്ങൾ, ഇത് ആഴ്ചതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്വർഗത്തിലെ ഭംഗി നേടുന്നവർ ഇസ്ലാമിന്റെ ഭംഗി അണിഞ്ഞവരാണ്, ഇസ്ലാമിന്റെ നന്മകളെ ഭംഗിയായി കണ്ടവരാണ്, ഇസ്ലാമിന് അലങ്കാരമായി കണ്ടവരാണ്. അവരാണ് മുസ്ലിമീങ്ങൾ, അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് നോമ്പെടുക്കുന്നവർ, നിസ്കരിക്കുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, ഈദ് ആഘോഷിക്കുന്നവരാണ്. അവരായിരിക്കണം, അവർക്കാണ് യഥാർത്ഥ ഭംഗിയുടെ മനോഹരമായ വിശേഷണങ്ങളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമികേതരമായ ഭൗതികമായ ഭംഗിയുടെ, ഭൗതികതയുടെ പളപളപ്പുകൾക്ക് പിന്നാലെ നമ്മൾ കണ്ണഞ്ചി പോകും. അതല്ല ഭംഗി, അതല്ല ഭംഗി. മേൽത്തരം വസ്ത്രങ്ങളും മുന്തിയ വാഹനങ്ങളും ധവളക്കൊട്ടാരങ്ങളും ശീതീകരിച്ച മുറികളും അലങ്കാരങ്ങളും ഭൗതികതയുടെ വിശേഷണങ്ങൾ, അനിസ്ലാമികതകളും ഇതല്ല ഭംഗി. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തിദ് ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അല്ലാഹു പറഞ്ഞു, അവരുടെ പിന്നാലെ, ഭൗതികന്മാരുടെ പിന്നാലെ നിങ്ങൾ ദുനിയാവിന്റെ അലങ്കാരത്തിന്റെ പിന്നാലെ കണ്ണു വായിക്കരുത് റസൂലേ. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിളിച്ചുണർത്തിയിരിക്കും. അതുകൊണ്ട് അത്തരം നൈമിഷികമായ, അനിസ്ലാമികമായ, മരീചിക പോലെ വ്യർത്ഥമായ, നിരർത്ഥകമായ ഭംഗിയുടെ പിന്നാലെ കണ്ണഞ്ചി പോകുന്നവരാവരുത് നമ്മൾ. അതല്ല നമ്മുടെ ഇതിന്റെ ആഘോഷം. നമ്മുടെ ആഘോഷങ്ങൾ ആ ഭംഗിയിലേക്കല്ല നയിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാനമായി സ്ത്രീകളോട് പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ അവസാനം സ്ത്രീകൾക്ക് പ്രത്യേകമായി വസീയത്ത് നൽകാറുണ്ടായിരുന്നു. ഇദാ സല്ലത്തിൽ മർഅ ഖംസഹ, ഒരു സ്ത്രീ 5 നേരം നിസ്കരിച്ചാൽ, വസാമത് ശഹറഹ, റമളാനിൽ അവിടെ നിർബന്ധമായ നോമ്പ് നോറ്റ് വീട്ടിയാൽ, വഹസനത് ഫർജഹ, അവളുടെ ലൈംഗിക വിശുദ്ധി അവൾ കാത്തു സംരക്ഷിച്ചാൽ, വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ നന്മയിൽ അനുസരിച്ചാൽ, ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്ത, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ നിനക്ക് പ്രവേശിക്കാം എന്ന് സ്ത്രീയോട് പറയും. ഇതാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ ഭംഗിയും മനോഹാരിതയും അവരുടെ സുവിശേഷങ്ങളായ വിശേഷണങ്ങളും. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, പെൺമക്കളെ, പ്രായപൂർത്തിയായ കുട്ടികളെ, പെൺകുട്ടികളെ, ഇസ്ലാമിന്റെ ഭംഗിയുള്ളവരായി നിങ്ങൾ മാറുക. മുസ്ലിം സ്ത്രീകളായി, മഹിളാരത്നങ്ങളായി നിങ്ങൾ മാറുക. സ്വർഗത്തെ സ്ത്രീകളിലെ ഏറ്റവും ഉന്നതയായ, ശ്രേഷ്ഠവതിയായ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രി, അവിടുത്തെ കരളിന്റെ കഷ്ണം ഫാത്തിമ റളിയല്ലാഹു അൻഹ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരുടെ നേതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരോട് ചോദിച്ചു, സ്ത്രീകളിലെ ഏറ്റവും ഉത്തമരാരാണ്?
ഏറ്റവും ഉത്തമയായ ഇസ്ലാമിലെ മഹിളാരത്നം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഈ ഒരൊറ്റ വാചകം എന്റെ സഹോദരിമാർ നെഞ്ചത്ത് കുറിച്ചു വെക്കുക. അന്യപുരുഷന്മാർ അവരെ കാണുകയുമില്ല, അവർ അന്യപുരുഷന്മാരെ അനാവശ്യമായി നോക്കുകയുമില്ല, കാണുകയുമില്ല. അന്യപുരുഷന്മാർ കാണാത്ത, അന്യപുരുഷന്മാരെ ബോധപൂർവം കാണാത്തവരാണ് ഇസ്ലാമിലെ മഹിളാരത്നങ്ങൾ. ഇന്നെന്താണ് നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം? എന്താണ് നമ്മുടെ പെൺകുട്ടികളുടെ ഡ്രസ് കോഡ്? എന്താണ് നമ്മുടെ പെൺകുട്ടികളുടെ ഇസ്ലാമികമായ മാനം, സാംസ്കാരികമായ സ്ഥലം? സഹോദരങ്ങളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്ത്രീകൾ അവരുടെ പെൺമക്കളെ ഇസ്ലാമിലെ മഹിളാരത്നങ്ങൾക്ക് സമാനരായി വളർത്തുക. ആൺകുട്ടികളുടെ വിഷയവും വ്യത്യസ്തമല്ല. നമ്മുടെ മക്കളെ ദീനിലായി വളർത്തുക. മക്കളുടെ ഭാവിയെക്കുറിച്ച്, ദീനിന്റെ ഭാവിയെക്കുറിച്ച്, ഇസ്ലാമിലെ ഭംഗി അവർ ആസ്വദിക്കുന്നുണ്ടോ, ആ ഭംഗി ആസ്വദിച്ച് ഇസ്ലാമിലായി മരിച്ച് സ്വർഗത്തിലെ ഭംഗി ഈ പറഞ്ഞ രൂപത്തിൽ കുടുംബക്കാരെല്ലാവരും ആഴ്ചതോറും ഭംഗി വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മോടൊപ്പം അവരുണ്ടാകുമോ എന്ന് നമ്മൾ പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെരുന്നാളുടെ ദിവസം സ്വതക്ക ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടുണ്ട്, സ്ത്രീകളോട് പ്രത്യേകിച്ച്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടുത്തെ സംരംഭവുമായി മസ്ജിദുമായി സഹകരിക്കാവുന്ന സ്വതക്കയുടെ വാതിലുകൾ ഇവിടെ ഉണ്ട്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈദിന്റെ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഈദുക്കും മുബാറക്. വസല്ലല്ലാഹു വസല്ലം വബാറക നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.